മോളെ ഈ ഗൂഗിൾ പേയിൽ എങ്ങനെയാ പൈസ അയക്കുന്നത്? അമ്മയ്ക്ക് ഞാനൊരു 10,000 തവണ പറഞ്ഞു തന്നിട്ടില്ലയോ? എനിക്ക് പഠിക്കാനും ഒത്തിരി ഉണ്ട്. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. എടി കുഞ്ഞാ, നിന്റെ കൊച്ചുനാള് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ടോ ഓരോന്ന് ചോദിക്കുമ്പോഴും? അതുപോലെ പറഞ്ഞു തന്നാ മതി. മതിയോ? ആ, ആദ്യം മര്യാദ ഗൂഗിൾ പേ എടുത്തേ. എടുക്ക്, വേഗം എടുക്ക്. നോക്കിക്കാ എടുത്തേ, പെട്ടെന്ന് എടുക്ക്. ആർക്കാ അയക്കാനുള്ളത്? എളുപ്പം പറ, പെട്ടെന്ന് പറ. നിന്റെ മാമന് രാധാകൃഷ്ണന്. മേളിൽ സെർച്ച് ഉണ്ടല്ലോ, ദാണ്ട് ഇവിടെ. അവിടെ രാധാകൃഷ്ണൻ വരച്ചു. രാധാകൃഷ്ണന്റെ സ്പെല്ലിംഗ് എന്തുവാ? രാധാകൃഷ്ണൻ സ്പെല്ലിംഗ് അറിയത്തില്ലയോ? എത്ര നാളുകൊണ്ട് പഠിക്കുന്നത്? മര്യാദയ്ക്ക് ചെയ്യ് രാധാകൃഷ്ണൻ. ആ, നമ്പർ ഇവിടെ കറക്റ്റ് ആണോ നോക്കിയേ. എന്തെങ്കിലും സംശയം നമുക്ക് ആദ്യം ഹായ് അയക്കണം. ആദ്യമേ പൈസ അയക്കരുത് കേട്ടോ. ആ, ഒരു ഹായ് അയച്ച് ഇനി എത്ര അയക്കണ്ടെന്നുള്ള എമൗണ്ട് എഴുത്. എമൗണ്ട് 10,000 എത്ര പൂജ്യം ഉള്ളത്? എത്ര പൂജ്യം ഉള്ളത് 10,000? മര്യാദയ്ക്ക് അടിക്ക്. ഒരു പൂജ്യം കിട്ടേ. ഇതൊന്നും അറിയത്തില്ലയോ? 10,000 അടിച്ചു മോളെ. ആ, എമൗണ്ട് അടിച്ചോ. ഇനി പിൻകോഡ് അടിച്ചേ. ആ ടിക്കില്. ആ, ഇപ്പൊ സൗണ്ട് കേട്ടോ. ഇങ്ങനെ ഗൂഗിൾ പേ ഉണ്ടത്, മനസ്സിലായല്ലോ. നാളെ എങ്ങാണോ എന്നോട് ചോദിച്ചാൽ ഇങ്ങനാണ് റിവഞ്ച്. അത് നൈസായിട്ട് മുതലാക്കിയട്ടാ സംഭവം. എന്ന് വെച്ചാല് നമ്മളെല്ലാം ചെറുപ്പത്തില് നമ്മളെല്ലാം അമ്മമാർ ഇതേപോലെ അല്ലേ നമ്മളെല്ലാം പഠിപ്പിക്കലല്ലേ ചെറുപ്പത്തില്. അത് നേരെ തിരിച്ച് ശരിയായ റിവെഞ്ച് കേട്ടാ. നൈസ് കണ്ടന്റ് കേട്ടോ, അടിപൊളി സംഭവം സെറ്റാക്കി. ഞാനൊരു നല്ല രസത്തിൽ അവർ കൊണ്ടുവന്നിനി സംഭവം, അടിപൊളിയായി.